വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്ന സംഭവം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആരുടെയും സഹായമില്ലാതെ തന്നെ ത്രെഡ് ചെയ്യാവുന്ന ഒരു രീതിയാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ ആ രീതിയിൽ തന്നെയാണ് ത്രെഡ് ചെയ്തേക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. ഞാനിപ്പോൾ ത്രെഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടുള്ള എൻ്റെ ഒരു രൂപമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ മുഖത്തൊരു മേക്കപ്പോ ഒന്നും തന്നെ ഞാൻ ഇട്ടിട്ടില്ല. ആകെ ഒരു ലിപ് ബാം മാത്രമാണ് എൻ്റെ ചുണ്ടിൽ ഇട്ടിട്ടുള്ളത്. വേറെ ഒരു രീതിയിലുമുള്ള ഒരു മേക്കപ്പും ഞാൻ ഇട്ടിട്ടില്ല. ഇനി എങ്ങനെയാണ് എൻ്റെ ഒരു ഫേസ് ചേഞ്ച് ആവുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ മുഖത്തിനുണ്ടാകുന്ന ചേഞ്ചിങ് എന്തുമാത്രമാണെന്നുള്ളത് കണ്ടു നോക്കാം. നമുക്ക് ത്രെഡ് ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ബ്ലേഡ് വേണം, കത്രിക വേണം, പിന്നെ ഒരു ബ്രഷ് വേണം, ഐബ്രോ ബ്രഷ്. അതില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ വീട്ടിൽ പല്ല് തേക്കുന്ന പുതിയ ബ്രഷ് ഉണ്ടെങ്കിൽ അത് മാത്രം മതി. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ത്രെഡ് ചെയ്യാൻ തുടങ്ങിയാലോ? നമ്മൾ പിരുവം ത്രെഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ പിരുവത്തിനൊരു ഷേപ്പ് വരണ്ടേ? അതിന് നമ്മൾ പിരുവം തുടക്കം തൊട്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ ആ ഒരു ഷേപ്പ് നമുക്ക് വീണ്ടെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇപ്പം പലരുടെയും ഫേസിനനുസരിച്ച് വേണം നമ്മൾ ത്രെഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ എൻ്റെ ഒരു റൗണ്ട് ഓവൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു നോർമൽ തിക്കുള്ള രീതിയിലായിരിക്കണം എനിക്ക് ചെയ്യേണ്ടത്. മൊത്തത്തോടുകൂടി ഇതായിട്ട് വടിച്ച് വെക്കുകയാണെങ്കിൽ ഒരു ഫേസിനും ഒരു ലുക്ക് ഇല്ലാതായി പോകും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കുറച്ച് കട്ടിക്കിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതേപോലുള്ള ഒരു ബ്രഷ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കമ്പുണ്ടെങ്കിലും നിങ്ങൾ അളന്ന് വെക്കണം. അളക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ മൂക്കിൻ്റെ ഈ ഭാഗം കൊണ്ട് അവിടുന്ന് ഇങ്ങനായിട്ട് തുടങ്ങും. അതായത് ഇതാണ് എൻ്റെ പിരുവം തുടങ്ങുന്ന ഭാഗം, കണ്ടല്ലോ. പിന്നെ അതിൻ്റെ വാല്, അതായത് പിരുവത്തിൻ്റെ വാലെന്ന് പറയുന്നതിനെ അളക്കുന്നത് ഇങ്ങനെ. ഓക്കെ, മനസ്സിലായല്ലോ? അങ്ങനെയാണ് നമ്മൾ രണ്ട് വശവും അളക്കുന്നത്. ഐബ്രോസിൻ്റെ ഷേപ്പും തുടങ്ങുന്നത് അതേ രീതിയിൽ. അതായത് ചിലരുടെ ഫേസിന് വലിപ്പം കൂടുമ്പോൾ ഐബ്രോസിന് നല്ല നീളത്തിൽ വില്ല് പോലൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടില്ല? അതേ രീതിയിലൊക്കെ ചെയ്യുന്ന പലരുടെയും ഫേസ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ഫേസിന് കൂടുതൽ വലിപ്പമുള്ളവർക്ക്. ഇപ്പം നമ്മൾ ചിലരുടെ ഫേസിന് വലിപ്പം ഇല്ലെങ്കിൽ അതാത് രീതി ചെയ്യുന്നാൽ മാത്രമേ ആ ഒരു ഫേസിന് കാണുമ്പോൾ തന്നെ ഒരു ഭംഗി വരികയുള്ളൂ. നമ്മൾ എന്തെങ്കിലും ചെയ്തെന്നുള്ള ഒരു ചേഞ്ചിങ് ഫേസിന് വരികയുള്ളൂ. ജസ്റ്റ് നമ്മുടെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് മുകളിലേക്ക് ചെയ്ത് കൊടുക്കാം. മുകളിലേക്കൊന്ന് നീട്ടി കൊടുക്കാം. കണ്ടോ? മുകളിലേക്ക് ആക്കി കൊടുക്കാം. രണ്ട് വശത്തുനിന്നും മുകളിലേക്ക് ആക്കി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം.
ഇവിടെ ഇച്ചിരി പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ടുള്ളത് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടം വരെ വെച്ചിട്ട് നിർത്തുകയാണ്. ഇവിടെ എനിക്ക് പറ്റില്ല, എനിക്ക് ബ്ലേഡ് തൊടാൻ തന്നെ എനിക്ക് പേടിയാണ്, ഭയങ്കര നോവുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടം വരെയാണ് ഈ ഒരു ത്രെഡ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ എൻ്റെ ഫേസിൻ്റെ ഒരു ചേഞ്ചിങ്. ഫേസിനകത്ത് പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവുന്നത് നമ്മുടെ ഐബ്രോസ് ത്രെഡ് ചെയ്ത് കഴിയുമ്പോഴാണ്. ഒരു ബ്ലേഡും ഒരു കത്രികയും നിങ്ങളുടെ കയ്യിലൊരു ഐബ്രോ ബ്രഷ് ഉണ്ടെങ്കിൽ അതും, അല്ലെങ്കിൽ ഒരു പല്ല് തേക്കുന്ന ബ്രഷ് ഉണ്ടെങ്കിൽ പുതിയതുണ്ടെങ്കിൽ അത് മാത്രം മതി നമുക്ക് ത്രെഡ് ചെയ്യുന്നതിന്. പക്ഷേ ആകെ എനിക്ക് എടുത്തത് വെറും 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ എനിക്ക് ഈ ഒരു ഐബ്രോ ത്രെഡ് ചെയ്തെടുക്കുന്നതിന്. ഞാൻ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും 15 മിനിറ്റിനുള്ളിൽ ഞാൻ ഓൾറെഡി ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് പാർലറിൽ പോകാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഇനി വിഷമിക്കേണ്ട, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്നൊരു വിശ്വാസമുണ്ട്. സ്വന്തമായിട്ട് നിങ്ങൾക്ക് ത്രെഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയല്ലേ. ആരുടെയും സഹായം നിങ്ങൾക്ക് ഇതിന് ആവശ്യമില്ല. വെറും 15 മിനിറ്റുകൾ മാത്രം മതി നമുക്കൊരു ത്രെഡ് ചെയ്യുന്നതിന്. ഒരു വേദനയോ ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യാറുമില്ല. ഈ ഐബ്രോസ് ത്രെഡ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്നൊരു വിശ്വാസമുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ വരുന്നതിനകത്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ അമർത്താൻ കൂടി മറക്കരുത്. ലൈക്ക് ചെയ്യാൻ കൂടി നിങ്ങൾ മറക്കാൻ പാടില്ല. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.